അമാനിയുടെ സ്കൂളിലെ പ്രാർത്ഥനാ ഗാനം അമാനി പാടിയതൊക്കെയാണ് ഈ പ്രേക്ഷകർ കണ്ട് ഒരുപാട് വൈറലായിട്ടുണ്ട് ആദ്യമേ പണ്ടേ. നമുക്കൊരു പ്രാർത്ഥനയിലങ്ങ് തുടങ്ങിയാലോ? ഈ പ്രാർത്ഥനയിലാണല്ലോ പൊതുചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. കേൾക്കാം. ഹൃദയരാഗതന്ത്രമേട്ട് സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമേ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമേ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞുവേടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ, പൂർണ്ണമേ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ, ഹൃദയരാഗതന്ത്രമേട്ടേ. ഗംഭീരമാണ് അമ്മായി. താങ്ക് യു സർ. നല്ല ചിരിയാ. താങ്ക് യു. മോളശ്വമേധം കണ്ടിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി പപ്പാക്കാണ് ഭയങ്കര ഇഷ്ടം. മോൾ എങ്ങനെ കണ്ടിട്ടുള്ളേ? ഞാൻ ടിവിയിൽ. പുതിയ കാലത്ത് അല്ല, ആദ്യകാലത്ത് കണ്ടിട്ടില്ലല്ലോ. പപ്പ കാണുമായിരുന്നു. പപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ വന്നതിൽ പപ്പാക്ക് ഭയങ്കര സന്തോഷം, നല്ല ഹാപ്പിയാണ്. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പ്രോഗ്രാംസ് നിറയെ ഉണ്ട്. ഇന്നലെ ഇനിയുണ്ട്. 30 ദിവസം പ്രോഗ്രാമാണ്. അങ്ങനെയില്ല, പ്രോഗ്രാംസ് ഉണ്ട്. ശരി, നല്ല കാശൊക്കെ കിട്ടുന്നില്ലേ? കുപ്പായ കണ്ടാൽ അറിയാം. പക്ഷെ ആദ്യത്തെ സെഗ്മെന്റിൽ ചെറിയ പ്രയാസമുണ്ട് അല്ലേ? അതാണ് പേടി. ആ പേടിയൊക്കെ നമുക്ക് മാറ്റാം. ആ പേടി മാറിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടി നമ്മൾ ആടിപ്പാടി തിമിർക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ എന്നെ പേടിപ്പിക്കാനാണല്ലോ സാർ. എന്തായാലും അത് കണ്ടുപിടിക്കുക, എനിക്ക് ഉറപ്പാണ്. ആണോ? ആണ്, ഉറപ്പാണ്. നോക്കാം. ആദ്യ മേഖലയിലേക്ക് അമാനി എന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഈ കുട്ടിപ്പാട്ടുകാരിയോട്, എന്നാൽ വലിയ കാര്യങ്ങൾ പാട്ടിൽ നിറച്ചു വച്ചിരിക്കുന്ന ഈ പ്രതിഭയോട്, ഈ തിളക്കമുള്ള താരത്തിനോടൊന്നേ. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. സോ അമാനി കണ്ടുപിടിക്കേണ്ട വ്യക്തി അഭിനയിച്ച ചില സിനിമകളുടെ പോസ്റ്റർ. കൃഷ്ണപ്പരുന്ത്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, നഖക്ഷതങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ്. പല കാലത്തുള്ള സിനിമകളല്ലേ പലതും. പക്ഷെ ഇതിലെല്ലാം അയാൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഗസ്? അടുത്ത ക്ലൂ തരട്ടെ? ശരി. പ്യാരി കമ്പനി. അത് തന്നെ വന്നല്ലോ. മദ്രാസില്, ചെന്നൈയിലെ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റ് ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. മൂന്നാമത്തെ ക്ലൂ. അമാനി പണ്ട് പങ്കെടുത്തിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലോട്ടൊക്കെ വരാം. മൂന്നാമത്തെ ക്ലൂവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പേഴ്സണൽ ക്ലൂ എക്സ്ട്രാ. അമാനി പണ്ട് പങ്കെടുത്ത പ്ലാറ്റ്ഫോമാണിത്. ഞാൻ 25 വർഷമായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു കുറച്ച് കാലം. നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്ലൂ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏകാന്ത പഥികൻ ഞാൻ. നാലാമത്തെ ക്ലൂ. ശരി. നാഷണൽ അവാർഡ് കിട്ടിയത് ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ സംഭാവനയ്ക്കാണ്. 1986 സ്റ്റേറ്റ് അവാർഡ് ഒരുപാട് കിട്ടി. ഇല്ല, എന്താ പറ്റിപ്പോയെന്നറിയോ? എൻ്റെ ആദ്യത്തെ ക്ലൂവിൽ മോളും അനീഷയൊക്കെ ഫിക്സേഷനിലായിപ്പോയി.
4 സിനിമാ പോസ്റ്റർ തന്നിട്ട് ഈ 4 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളങ്ങ് ഫിക്സ് ചെയ്തു അതൊരു നടനാണെന്ന്. നമുക്ക് നോക്കാം. 5ാമത്തെ ക്ലൂ, നേരിട്ടുള്ള ക്ലൂ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാലോ. പറയൂ ഈ ശബ്ദം. ജയചന്ദ്രൻ സാർ. ശ്രീ പി ജയചന്ദ്രൻ. ശരിയാണ്, ശ്രീ പി ജയചന്ദ്രൻ്റെ ശബ്ദമാണ് ഈ കേട്ടത്. അദ്ദേഹം 4 സിനിമയിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ ഞാൻ. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഗാനം ശ്രീനാരായണ ഗുരു എന്ന ചലച്ചിത്രത്തിലാണ് കേട്ടോ.